സുഹൃത്തുക്കളെ, അങ്ങനെ ആ സ്വർഗഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ? എവറസ്റ്റ് ബേസ് ക്യാമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു കല്ലാണ് കണ്ടോ. ഇതിന് താഴെ ഭാഗം മൊത്തം ഗ്ലേസറാണ്. വലിയൊരു കൊടുമുടിക്ക് താഴെയുള്ള കുംഭു ഗ്ലേസറാണ്. മൗണ്ട് എവറസ്റ്റ് മുതൽ മൗണ്ട് നുംസെ മുതൽ വരുന്ന ധാരാളം കൊടുമുടികൾക്ക് താഴെ വരുന്ന വലിയൊരു ഐസ് പാളി. ഏകദേശം ഇപ്പം 2 മണിക്കൂറായി ഞാൻ നടക്കുന്നത്. പക്ഷെ കാണുന്ന കാഴ്ചകളൊക്കെ അത്രമാത്രം മനോഹരമാണ്. ഇവിടെ നിലവിൽ ഗൈഡിനെ വെച്ചിട്ട് ഫോറിനേഴ്സ് മാത്രമാണ് വരുന്നത്. പക്ഷെ കാണുന്ന കാഴ്ചകൾ അത്രമാത്രം മനോഹരമാണ് കേട്ടോ. പോകുന്ന വഴികളിലൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട്. അതായത് ഈ ഒരു ട്രയൽസിലൂടെ നമ്മൾ പോകുമ്പം ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരാശ്രയിക്കുന്ന നമ്മളെപ്പോലുള്ള സഞ്ചാരികളെയാണ്. താഴെ ഒരു കുതിരയുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. പക്ഷേ എനിക്ക് ബ്രീത്തിൻ്റെ പ്രശ്നം നല്ലതുപോലെ വരും. അതായത് നല്ലപോലെ ലഗേജ് എടുത്ത് നടന്നാൽ എൻ്റെ ശരീരം നല്ലപോലെ വിറക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചത്. എൻ്റെ തൊട്ട് മുമ്പിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ജനങ്ങളൊക്കെ നല്ല മനോഹരമായ ജനങ്ങളാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജനങ്ങളാണ് കേട്ടോ. എന്തായാലും യാത്ര മുന്നോട്ട് തുടരാം. നാംചെ എന്ന ഒരു പട്ടണത്തിൽ നിന്നും 7 മണിക്കൂർ നടന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് വടക്ക് കിഴക്കൻ നേപ്പാളിലെ കോശി പ്രവേശയിലെ സോളുകുംബു ജില്ലയിലെ കുംബു പസാങ് ലാമു റൂറൽ മുനിസിപ്പാലിറ്റിയിലെ തെങ്ബോച്ചെ എന്ന് പറഞ്ഞ ഒരു ഹിമാലയത്തിലെ ഗ്രാമത്തിലാണ്. ഏകദേശം 3867 മീറ്ററിലാണ് തെങ്ബോച്ചെ എന്ന ഹിമാലയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാനുള്ള ഓരോരോ ഗ്രാമങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമം കൂടിയാണ് തെങ്ബോച്ചെ. ഇവിടെ ഫേമസ് ആയി എന്താണെന്ന് ചോദിച്ചാൽ മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു കാഴ്ച ഒരു ഭാഗത്ത്, അമാദബൽ എന്ന് പറഞ്ഞ ഹിമാലയത്തിൻ്റെ ഒരു കാഴ്ച ഒരു ഭാഗത്ത്, തൊട്ട് ബാക്കിൽ കാണുന്നത് മൗണ്ട് തംസേർക്ക് എന്ന് പറഞ്ഞ ഒരു കൊടുമുടിയാണ് കേട്ടോ. തെങ്ബോച്ചെ ഗ്രാമത്തിൽ പ്രധാനമായിട്ടുള്ളത് കുംബു മേഖലയിലെ ഏറ്റവും വലിയ ഒരു ബുദ്ധ ഗുംബയുള്ളത് തെങ്ബോച്ചയിലാണ് കേട്ടോ. ഷേർപ്പ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ടിബറ്റൻ ബുദ്ധ മൊണാസ്ട്രി കൂടിയാണ് തെങ്ബോച്ചെ ബുദ്ധ ഗോംബ എന്ന് പറയുന്നത്. വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. അപ്പം പുതിയൊരു യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് കാണും കേട്ടോ. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുമോ, ഞാൻ എവിടെ വരെയാണ് പോകുന്നത്, എല്ലാ കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമാണ് ഞാൻ പോകുന്ന യാത്രകളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ കേട്ടോ. ഇവിടെ എന്താണ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുമോ ഒരു സംശയം എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ ഒരു നേരം ഭക്ഷണത്തിനായാലും താമസത്തിനായാലും ഭയങ്കര പൈസ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ യാത്ര ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമാണ് കേട്ടോ. കാരണം നോക്കാം, മാക്സിമം ട്രൈ ചെയ്യുക. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ. എന്തായാലും ഈ മൗണ്ട് തംസേർക്ക് കാണാൻ എത്ര മനോഹരമായിരിക്കുന്നല്ലേ. അപ്പം ഈ ഒരു യാത്ര വിശേഷങ്ങളെല്ലാം നിങ്ങൾ മനോഹരമായി കാണണമെങ്കിൽ വീഡിയോ മുഴുവനായി കാണാം കേട്ടോ. നല്ല തണുപ്പാണ്. രാത്രിക്ക് -15 വരെ ഇവിടെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വെള്ളം മൊത്തം ഐസായത് കണ്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം ഐസായിട്ടുണ്ട്. ഐസ് കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഡേഞ്ചറാണ് കേട്ടോ. ഇതിന് മുഖത്തോട് ഇങ്ങനെ നിരങ്ങിയാൽ അങ്ങ് താഴോട്ടേക്ക് പോകാം. ദൂരെ കണ്ടോ മൗണ്ട് എവറസ്റ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു കാഴ്ച അമാദബൽ എന്ന് പറഞ്ഞ ഒരു പീക്ക് കൂടി കാണാൻ സാധിക്കുക. എത്ര മനോഹരമാണെന്ന് നോക്കി ഈ ഒരു ഫ്രെയിം. ദൈവമേ, ഇതൊക്കെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. ബുദ്ധ മൊണാസ്ട്രിക്ക് അകത്ത് കയറാൻ വേണ്ടി ചാർജ് ഈടാക്കുന്നുണ്ട്. USD ചാർജാണ് ഇവർ ഈടാക്കുന്നത്. ഞാനതുകൊണ്ട് കയറുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോഗ്രാഫിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് ദൂരെ നിന്ന് കാണിച്ചു തരാം കേട്ടോ.
ഞാൻ ഒന്നുകൂടി പറയുകയാണ്, കുംബു റീജിയനിലെ ഏറ്റവും വലിയൊരു ബുദ്ധ മൊണാസ്ട്രി കൂടിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. 3867 മീറ്റർ ഇത് പണിത് വെച്ചിരിക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ സമ്മതിക്കണം. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ താമസിക്കാൻ ഏകദേശം 500 രൂപ നേപ്പാൾ പൈസയാണ് കൊടുക്കേണ്ടത് കേട്ടോ. റൂമിനിവിടെ പൈസ കുറവാണ്, പക്ഷേ ഭക്ഷണത്തിന് പൈസ കൂടുതലാണ്. കസ്റ്റമറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെന്താണ് ഇപ്പം റൂം 500 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. ഫോറിനേഴ്സാണ് കേട്ടോ നിലവിലിപ്പോൾ മൊത്തം കാണുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ. നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട അറിയില്ല. കാരണം ഇതേതാ മാസം, ഡിസംബർ കഴിയാനായി, ജനുവരിയിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ജനുവരി ആവും കേട്ടോ. ഇതുകൊണ്ട് ഐസ് നോക്കിയാൽ എവിടേക്ക് നോക്കിയാലും ഐസ് കട്ടകൾ മാത്രം. സുഹൃത്തുക്കളെ, ലോകത്തിലെ മനോഹരമായൊരു ഫ്രെയിം ഞാൻ കാണിച്ചു തരാം. മൗണ്ട് എവറസ്റ്റും അമാതബലം മൗണ്ട് ലോഡ്സും ഒക്കെ സ്വർണ്ണ കളറിലാകുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. 4000 മീറ്ററിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതുകൊണ്ടോ മൗണ്ട് എവറസ്റ്റിൻ്റെ ഗോൾഡൻ കാഴ്ച, മൗണ്ട് ലോഡ്സ് എന്ന് പറഞ്ഞ മറ്റൊരു പീക്ക്, അമ്മാതബലൊക്കെ നോക്കി എന്താണില്ല സ്വർണ്ണക്കട്ട പോലെയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞ് കാണുമ്പോൾ സ്വർണ്ണക്കട്ട പോലെ ഇല്ലേ? അയ്യോ, ഹിമാലയമൊക്കെ സ്വർണ്ണക്കട്ടകളാകുന്ന ഭൂമിയിലെ മനോഹരമായ പ്രതിഭാസമാണെന്ന് പറയാം. വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ മനസ്സിന്. ഈ ഒരു കാഴ്ചക്ക് വേണ്ടി എത്ര നാൾ ഞാൻ കാത്തിരുന്നവർ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത് സാധിച്ചു കേട്ടോ. സ്വർണ്ണക്കട്ടകളൊക്കെ പർവ്വതങ്ങൾക്ക് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഭൂമിയിലെ മനോഹരമായ പ്രതിഭാസമാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കാണുന്നത്. അയ്യോ, ഇന്ന് മൊത്തം ഫോറിനേഴ്സ് ഉണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്നൊരു കസ്റ്റമറെ കിട്ടിയ കേട്ടോ. എനിക്കിത് ഈ ഒരു ലാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-40 ഫോറിനർ ഉണ്ട് താഴെ എന്താണ് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുവാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കയറിയിട്ടുണ്ട്. ചാർജും പ്ലഗൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതിലാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇതാണെങ്കിൽ എന്താണ് ഒപ്പം ഓഫാവും മൊബൈലും കാര്യങ്ങളൊക്കെ. നല്ല തണുപ്പുണ്ട്. എൻ്റെ മുഖമൊക്കെ എന്താണ് നല്ലപോലെ മുറിവ് വന്നു തുടങ്ങി കേട്ടോ. കാരണം ഞാൻ ഈ ഹെൽത്തിൻ്റെ കാര്യം നോക്കില്ല, ഞാൻ വളരെ താഴോട്ടാണ് കേട്ടോ. ഇനി നോക്കണമെന്നില്ല. തണുപ്പ് കാലത്തായാലും പോലും ഞാൻ ക്രീമൊക്കെ തടന്ന് വളരെ കുറവാണ്. നല്ല പെയിൻ വന്നു തുടങ്ങി മുഖത്തൊക്കെ. ഇങ്ങനെ നമുക്ക് മുഖം കഴുകുമല്ലോ, അപ്പോൾ ചെറിയ വേദനകൾ തോന്നും. അതിനർത്ഥം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ തണുപ്പടിക്കുമ്പോൾ ഇല്ലെങ്കിൽ വെയിലൊക്കെ അടിക്കുമ്പോൾ പൊട്ടുന്നതാണ്. എന്തായാലും ഇന്നിവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് വിട പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും കാത്തിരിക്കും. ഇപ്പോൾ ഉറങ്ങാൻ പോവാണ് ഞാൻ. അത്രമാത്രം തളർന്നിട്ടാണ് ഉള്ളത്. സുഹൃത്തുക്കളെ, തെങ്ബോച്ച ഗ്രാമത്തിൽ നിന്ന് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റു ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിചാരിച്ച ടിബറ്റൻ ബ്രെഡ് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. 2 പീസ് ടിബറ്റൻ ബ്രെഡ് ഉണ്ടാവും. നേപ്പാൾ പൈസ 500 രൂപയാണ്. അതിൻ്റെ കൂടെ തേനും തരും കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ പൈസ കൂടുതലാണ് കേട്ടോ. രാവിലെ ദാൽ ബാത്ത് കഴിക്കാൻ വിചാരിച്ച ദാൽ ബാത്തിനൊക്കെ 1200 രൂപയാണ് കൂടെ ഒരു പ്ലേറ്റിന് ചാർജ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഭക്ഷണമാണ് കേട്ടോ ഈ കാണുന്നത്. ടിബറ്റൻ ബ്രെഡാണ്. 2 ബ്രെഡും ജാമും. നമുക്കിത് മതി. ഇന്ന് വൈകുന്നേരം വരെ പിടിച്ചേക്കാനുള്ള ഫുഡ് ഇതാണ്. എൻ്റെ കഴുത്തൊക്കെ നല്ല പെയിൻ വന്നു തുടങ്ങി കേട്ടോ. ഒന്ന് തണുപ്പാണ്. മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ചെറുങ്ങനെ കീറ് വന്ന് തുടങ്ങി. എന്തായാലും മുന്നോട്ട് പോകാം. ഇന്നും കൂടി മുന്നോട്ട് പോയി നോക്കാം എന്താണ് സിറ്റുവേഷൻ. എന്നിട്ട് നമുക്ക് ചിലപ്പോൾ തിരിച്ചിറങ്ങണോ മുന്നോട്ട് പോകണമൊക്കെ ആ സമയത്ത് തീരുമാനിക്കുക. കാരണം മുകളിലോട്ട് പോകും തോറും ഭക്ഷണ സാധനങ്ങൾക്കും താമസത്തിനൊക്കെ ഭയങ്കര പൈസയാണ്. പക്ഷേ ജനങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് യാത്ര തുടങ്ങണം കേട്ടോ. ഉള്ളത് കൊണ്ടുപോലെ ഒരു ചെറിയൊരു യാത്രയാണ്. ഞാനൊന്നിനും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. എൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നോക്കാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹിമാലയത്തിൽ ജീവിക്കുന്ന ഐബെക്സ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഓഹോ, മഞ്ഞു പുലികളൊക്കെ ധാരാളമുള്ള സ്ഥലമാണ്. ഇതുകൊണ്ടാണ് ഇവിടെ ഗൈഡിനൊക്കെ വെച്ച് വരണമെന്ന് പറയുന്നത്. ധാരാളം ഉണ്ട് കേട്ടോ. ഇതാണ് ഹിമാലയൻ ഐബെക്സ് എന്ന് പറയുന്നത്. ഐബെക്സ് എന്നാണ് പറയുന്നത് തോന്നുന്നു കേട്ടോ. ഹായ്, ഹലോ ഹലോ. മൊത്തം പൊടി പാറുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. മൊത്തം കൊടുമുടികളല്ലേ. മൗണ്ട് തംസേർക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ വരുന്ന അടിച്ച പാവങ്ങൾ താഴോട്ട് ഓടിപ്പോയി കേട്ടോ. ഇത്രയും സൈസ് ഉണ്ടായിരുന്നില്ല ഇതിന്. ദൈവം, മഞ്ഞു പുലികളൊക്കെ ഉണ്ടാവുക. പേടിയാവുന്ന കേട്ടോ വയലൂടെയൊക്കെ പോകുമ്പോൾ. ഹായ് ഹായ്. ഇതാ പോകുന്നുണ്ടോ? ഇതാണ് ഐബെക്സ് എന്ന് പറയുന്ന ഒരു ആനിമലാണ് കേട്ടോ.
കണ്ട ആടിനെ പോലെ ഉണ്ട് കേട്ടോ, ആടിൻ്റെ തല പോലെ കണ്ടോ, നോക്കുന്നുണ്ടോ, പാവം കേട്ടോ. 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് പാങ് പോച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കണ്ടവിടെ കണ്ടോ, പാങ് പോച്ചെ എന്ന് എഴുതിയിട്ട് ഇവിടെ എനിക്ക് താമസം കിട്ടി. നേപ്പാൾ പൈസ 500 രൂപയാണ് കേട്ടോ. കാരണം ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഈ ചാർജിന് കിട്ടുന്നത്. അമ്മാതപുരത്തിൻ്റെ കാഴ്ചയും മൗണ്ട് എവറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ച ഈ ഗ്രാമത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ മൊത്തം ഹോട്ടൽസാണ്. പിന്നെ കുറച്ച് ഗ്രാമവാസികൾക്ക് ഇവിടെ താമസിക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ എന്താ റൂമൊക്കെ കിട്ടുന്നത് കേട്ടോ. അതായത് ഫോറിനേഴ്സൊക്കെ വിൻ്റർ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും. പിന്നെ ഇവിടുത്തെ ആൾക്കാരും താമസിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പാങ് പോച്ചെ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം കേട്ടോ. വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്, ചെറിയ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളം കട്ട പിടിച്ചതുകൊണ്ട് ടോയ്ലറ്റിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാകില്ല. അപ്പോൾ പുറത്തുനിന്നാണ് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. അവർ ഡ്രമ്മിലാക്കി വെച്ചിട്ടുണ്ടാകും. ഇതാണ് സ്ഥലം കണ്ടോ. ഇത് ഗൈഡിനും വെച്ചിട്ട് താഴോട്ട് ഇറങ്ങുന്ന സഞ്ചാരികളാണ്. ഇവർ തിരിച്ചിറങ്ങിയെന്ന് കേട്ടോ. അവരുടെ കൂടെ ഗൈഡ് കണ്ടോ. ഞാനാണെങ്കിൽ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്, അതാണ് വ്യത്യാസം. അവരുടെ കൂടെ ഗൈഡ് കണ്ടോ. $1000 കേട്ടോ ഗൈഡിൻ്റെ ചാർജ്. ഇന്ന് ഇവിടെയും താമസിക്കാൻ അവർ പ്ലാൻ ചെയ്യുമെന്ന് തോന്നുന്നു. ഗൈഡ് ഒരു കണക്ക് നല്ലതാണ്. നമുക്കെന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ ആരെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ കൂടെ ഗൈഡ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതാണ് പാങ് പോച്ചെ എന്ന് പറഞ്ഞ സ്ഥലം. How many kg? 30-25 കിലോ ഭാരമുണ്ടെന്ന് കേട്ടോ പറയുന്നത്. ഷെർപ്പ യാ, ഓഹോ, ഇത് വെരി റിസ്കി ലൈഫ്. എൻ്റെ ദൈവമേ, പാവം പുള്ളിക്കാരെ പോകുന്നുണ്ട്. ഇവരെ ഹോട്ടലിലാട്ടോ ഞാൻ താമസിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ റിസ്ക് അവർ പറഞ്ഞ 500 രൂപ തരാൻ പറഞ്ഞു. ഞാൻ അധികം ബാർഗെയിൻ ചെയ്യാൻ നിന്നിട്ട്, കാരണം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല. പക്ഷേ അവർ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുമ്പം കാണുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. പുള്ളിക്കാരൻ 8 തവണ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 8 തവണ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തൊരു വ്യക്തിയായിട്ട് പോകുന്നത്. എവറസ്റ്റ്, അമ്മാതപുരം, തംസേർക്കു ഇതൊക്കെ സബ്മിറ്റ് ചെയ്തൊരു വ്യക്തിയായിട്ട് കയറി പോകുന്നത്. അതാണ് കേട്ടോ അമ്മാതപുരം എന്ന് പറയുന്ന കൊടുമുടി. അതൊക്കെ 8 തവണയൊക്കെ പോയിട്ടുണ്ട് അമ്മാതപുരം. കാരണം ഇവർക്ക് ക്ലയൻറ്റ് വരും, ഫോറിൻ ക്ലയൻസൊക്കെ വന്നാൽ അവരുമായിട്ടാണ് ഇവർ പോകുക കേട്ടോ. ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും ഇത്ര ക്ലയൻറ്റ് വരുന്നുണ്ട്, റെഡി ആയിക്കെ പറയും. ഇതാണ് പുള്ളിക്കാരൻ്റെ ഹോട്ടൽ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാനിവിടെ താമസിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ കഴുത്തൊക്കെ ആകെ വേദന കൊണ്ട് വയ്യ കേട്ടോ. ഹിമാലയത്തിലെ ആൾക്കാരുടെ ജീവിതം കേട്ടോ. ഒരു ഡിഫറൻ്റായ ജനങ്ങളാണ്. ഇത്രയും ഭാരം ഈ ഒരു സ്റ്റോർ ചെയ്ത് വരുന്നില്ലല്ലേ. ഇതൊക്കെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകേണ്ട വെള്ളമാണ്. കാരണം വെള്ളം കട്ട പിടിച്ചുകൊണ്ട് ടിഷ്യൂ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ്ടോ, അയ്യോ പാവങ്ങളല്ലോ. നേരെ കൊണ്ടുപോയിട്ട് ഇവർ ടോയ്ലറ്റിൽ സ്റ്റോർ ചെയ്യും. കാരണം എന്താ വിചാരിച്ചാൽ ഈ പൈപ്പിലെ വെള്ളം മൊത്തം കട്ട പിടിച്ച് പോയി, പൈപ്പിൽ വെള്ളം വരത്തില്ല. It's so difficult, brother. It's so difficult. How many times you submit Everest base? How many times you submit Everest? Everest, I submit 8 times. Oh, 8 times. Yeah. With the foreign clients. You with the clients every time. Okay. And Amatapuram also. I'm a problem 6 times. Oh. And Mount K2 1 times. Kanchenjunga 1 time. Oh, you also cover Kanchenjunga. Yeah. World third highest peak. Yeah. സുഹൃത്തുക്കളെ, പാങ് പോച്ചെ എന്ന ഗ്രാമത്തിൽ നിന്നും ഇപ്പം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇന്ന് സൂര്യൻ ഇതുവരെ വന്നിട്ടില്ല. നോക്കിയേ, സമയം 12 മണിയാവാനായി കേട്ടോ. സൂര്യൻ ഇന്ന് ഉദിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മലമുകൾ നിങ്ങൾക്ക് ചെറുങ്ങനെ കാണാൻ സാധിക്കും. ഹിമാലയത്തിന് മുകളിൽ സൂര്യനാ. ഇന്നലെ -19 പാങ് പോച്ചയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എൻ്റെ മുഖമൊക്കെ നല്ലപോലെ ചുളുങ്ങി തുടങ്ങി കേട്ടോ. ഒരു ഡിഫറൻ്റായ ഒരു ഏരിയയിലേക്ക് പോകുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. നല്ല ടയർഡ്നെസ് ഒക്കെ ഉണ്ട്. യാക്കുണ്ട് അങ്ങ് ദൂരെ, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇനി ഇവിടുന്ന് ബെങ്പോച്ചെ അങ്ങനെ പറഞ്ഞ സ്ഥലത്താണ് പോകുന്ന തോന്നുന്നു കേട്ടോ. ഒരു 3 മണിക്കൂർ നടക്കേണ്ടി വരും. പിന്നെ സാധാരണ 7 മണിക്കൂർ 9 മണിക്കൂർ നടക്കുന്നത് പോലെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ, ഞാനിപ്പോൾ 4000 മീറ്ററിന് മുകളിലേക്ക് കഴിയുമ്പോൾ നമുക്ക് 7 മണിക്കൂറിൽ നടത്താൻ ആവുന്നില്ല കേട്ടോ. ശരീരം ടയർഡിലേക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ യാക്കുണ്ട്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഡിഫറെൻ്റ് കേട്ടോ. ഇന്നേക്ക് 13 ദിവസമായി ഞാൻ എൻ്റെ യാത്ര ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്.
സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ദെങ്ബോച്ചിലാണ്. ദിസ് ദെങ്ബോച്ച. ഓക്കെ, ഇവിടെ മൈനസ് ടെമ്പറേച്ചറാണ്. ഞാനൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ഫ്രം കാഠ്മണ്ഡു ആണ് കേട്ടോ. ഒരു ട്രക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു ഏജൻസിയാണ്. നല്ലൊരു മനുഷ്യൻ. ഹായ് ബ്രദർ, ഹൗ ആർ യു? I'm good, thank you. This is Dawapun from Kathmandu, Nepal. I own the Tramping Himalaya Adventures. If Okay. there is anyone interested for any kind of adventures in Nepal, please follow me or contact What is me. your travel agency name? Tramping Himalaya Adventures. Okay, this is your clients. Hi. How are you? Good. Nice to meet you. What is your name? My name is Ben. How was your experience here? It's been phenomenal. Yeah, we heard about Dawa through a couple of friends, and we're visiting from Australia, and it's just been the best so far. Making sure that we're getting the trek done in a safe way, but also making it as enjoyable as it possibly can. Showing us extra things when we have time, pointing out all of the information. Like, he just has so much experience and knowledge. So yeah, it's been phenomenal. Okay, and enjoy your journey. Oh yeah, so far it's been amazing. Yeah, This is an amazing location, meaning minus temperature also. it is cold. Yeah. Hi brother. Hello, Namaste. namaste. My name is Lockie. Okay, Loki. Yeah. No, very cool name. First day in the snow today. It's a little bit colder. This is your first experience in here? Nah, just on the trek. Today. But yeah, that was the goat. Having the best trip with him and a good group that we're walking with. So it's lots of fun. Yeah. And enjoy. Thank you. Hi madam, namaste. Hi, namaste. How are you? Well, thank you. Okay, what is your name? Eva. Eva. Yeah. In Nepal, what is your name? How to say? Tapayko naam ke ho? What's your name? Eva. Yeah. Okay. Hi brother. Hi, my name's Rob. How are you? Okay. Good to meet you. It's lovely being here with Darwin and all my friends. It snowed last night, which is pretty incredible. And I guess the one thing that we love about Darwa is he's got all the secrets. He knows how to make it better. That little 1% at each place, and that's why we love him. So, You all are from Australia. yeah. Okay. Enjoy your journey. ഇവിടുന്ന് പരിചയപ്പെട്ട ഒരാളാണ് പുള്ളിക്കാരൻ. എൻ്റെ ഹോട്ടലത്തെ ചാർജ് എല്ലാം പേയ്മെൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട എന്ന്. എനിക്ക് സപ്പോർട്ട് ചെയ്തോട്ടെ. ഞാൻ ഇത്രയും ദൂരം തനിച്ചല്ല വന്നത്. ഇവർ ഗൈഡിനെ വെച്ചാണ് പോകുന്നത്. ബട്ട് ഐ ട്രൈ ഹിന്ദി. ഓക്കെ, എൻജോയ് സാർ. Okay, thank you. Thank you. സുഹൃത്തുക്കളെ, ബെങ്ബോച്ചിൽ നിന്ന് ഞാൻ ഇറങ്ങി. രാവിലെ ഒരു ഗ്രൂപ്പിനെ കണ്ടിട്ടേ നല്ല ആൾക്കാരാണ് കേട്ടോ. ആ ഒരു ഗൈഡ് എനിക്ക് ഭക്ഷണം, റൂമിൻ്റെ ചാർജൊക്കെ എടുത്തു തന്നു. എന്താ വിചാരിച്ചാൽ ഇത്രയും ദൂരത്തിന് ഞാൻ വന്നപ്പം എനിക്ക് പുള്ളിക്കാരൻ്റെ വക റൂമും ഫുഡൊക്കെ തന്നു കേട്ടോ. ഇന്നലെ വളരെ സന്തോഷം തോന്നി. കാരണം ഈ ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ നല്ല പണിയാണല്ലോ. നല്ലൊരു മനുഷ്യൻ കേട്ടോ. അവിടുന്ന് അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് അവിടുന്ന് നിന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞ സത്യമാണ് കേട്ടോ. മനുഷ്യൻ തന്നെയാണ് ദൈവം. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ വിചാരിച്ചു ഇവിടെ ഒറ്റപ്പെട്ട് പോകുന്നതാണ്. പക്ഷെ ഇന്നത്തെ ഭക്ഷണമൊക്കെ കിട്ടി കേട്ടോ. അപ്പം പോവാണ്. സ്ഥലം കണ്ടല്ലോ, മൊത്തം മഞ്ഞ് വീണിരിക്കുക. ഇന്നലെ -20 കേട്ടോ. ഇനി ഇവിടുന്ന് 2 ദിവസം കൂടി വേണം ബേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടി. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണും കേട്ടോ. ഈ ഒരു വ്ളോഗിൽ തന്നെ ബേസ് ക്യാമ്പിലേക്ക് കയറുന്ന ആ ഒരു കാഴ്ച കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും. വളരെ സന്തോഷം തോന്നുന്നു. സുഹൃത്തുക്കളെ, ഏകദേശം 6 മണിക്കൂറോളം നടന്നിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് ലബോച്ചെ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് കേട്ടോ. ഏകദേശം 5030 മീറ്ററിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് നാളെ ട്രക്ക് ചെയ്ത ബേസ് ക്യാമ്പിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഒരു ഹോട്ടലിലെത്തി കേട്ടോ. മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും. ഇവിടെ വേറെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മൊബൈൽ ഫുള്ളാക്കാൻ വേണ്ടി 500 രൂപ കൊടുക്കണം. നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കുടിക്കണം, 500 രൂപ കൊടുക്കണം. റീചാർജ് എന്ന് പറയുന്നത് ഇവിടെ സിസ്റ്റം വേറെ കേട്ടോ. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, 1000 രൂപ കൊടുത്താൽ 24 മണിക്കൂറിലേക്ക് 10 GB കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ആൾക്കാരൊക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇവർ ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുമ്പോൾ റിസ്ക് ഏരിയ കേട്ടോ. ഡിഫിക്കൽട്ട് ലൈഫാണെന്ന് പറയാം. 5000 മീറ്റർ ഇവിടെയാണ്. അടുത്ത ഗ്രാമമുണ്ട്, ലാസ്റ്റ് ഒരു ഗ്രാമം, അവിടെയും കൂടി പോകാനുണ്ട്.
സുഹൃത്തുക്കളെ, ലോബോച്ചിൽ നിന്നും ഞാൻ രാവിലെ ഇറങ്ങി ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായി ഈ ഹിമാലയത്തിലൂടെ നടക്കുന്ന മൗണ്ട് നുപ്റ്റേ എന്ന് പറഞ്ഞ ഒരു വലിയ കൊടുമുടിയാണ്. 5100 മീറ്ററിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. നല്ല ആൾട്ടിറ്റ്യൂഡിൻ്റെ ഇഷ്യൂ ഉള്ളൊരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഡയറക്റ്റ് നടന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തും, പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ. ഒന്നാമത് പറഞ്ഞാൽ ഞാൻ ഭക്ഷണമൊക്കെ ചുരുക്കിയിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. ഗൈഡോ കാര്യങ്ങളൊന്നും ഇല്ലാതാണ് പോകുന്നത്. എവിടെയെങ്കിലും വീണാൽ ഒരു മനുഷ്യരെ പോലും അറിയില്ല കേട്ടോ. കാരണം ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം ആൾക്കാരും ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. നടന്നു വരുന്ന ആൾക്കാരാണെങ്കിൽ ഗൈഡിനെ വെച്ചാണ് വരുന്നത്. ഞാനേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ തനിച്ച് വന്ന് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം. മൗണ്ട് നുപ്സ് എന്ന വലിയ കൊടുമുടി കാണാൻ പറ്റില്ല കൺമുമ്പിൽ. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, കാരണം എന്താണ്, ഓക്സിജൻ്റെ ഇഷ്യൂ ആണ്. സുഹൃത്തുക്കളെ, ലോകത്തിലെ വലിയ കൊടുമുടിയുടെ താഴ്വാരയിലൂടെ ഒരു സഞ്ചാരം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. മൗണ്ട് പുമോരിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എത്ര മനോഹരമാണ് നോക്കിയേ. ഇന്നലെ -29 കുടിവെള്ളം മൊത്തം കട്ട പിടിച്ചു കേട്ടോ. ഇവിടെ ടോയ്ലറ്റിലൊക്കെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുക. വേറെ എടുത്തു പറയേണ്ട കാര്യം, ഈ ലോകത്തിൽ തന്നെ ഇത്രയും എക്സ്പെൻസീവ് ആയ ഒരു ട്രെക്കിംഗ് ട്രയൽസ് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗൈഡൊന്നും ഇല്ലാതെ അപകടം പിടിച്ച ഒരു ട്രയൽസിലൂടെ ഞാൻ തനിച്ച് പോകുന്നത്. 16 ദിവസമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ കൊടുമുടികൾ കണ്ടുകൊണ്ടുള്ള സഞ്ചാരം. നിങ്ങളും യാത്രകൾ ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു കുപ്പി ചൂടുവെള്ളത്തിന് 800 രൂപയാണ്. ചൂടുവെള്ളം വാങ്ങാൻ പോലും പറ്റാറില്ല, അത്രയും എക്സ്പെൻസീവാണ്. പക്ഷെ ജനങ്ങളൊക്കെ അത്രയും മനോഹരമായ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവർ ജീവിക്കുന്ന സാഹചര്യം അത്രയും റിസ്ക് പിടിച്ചതാണെന്ന് പറയാം കേട്ടോ. എന്തായാലും യാത്രകൾ തുടരുകയാണ്. ബേസ് ക്യാമ്പിൽ എത്താൻ ഇനി ഒരു ദിവസം കൂടി കേട്ടോ. അവിടെ എത്തിയും നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇത്രയും വലിയ ഹിമാലയത്തൊക്കെ കൺമുമ്പിൽ കാണുന്ന മനോഹരമായ കാഴ്ച. ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് ഗോരഖ്ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഏകദേശം 5165 മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഗോരഖ്ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബേസ് ക്യാമ്പിൽ നമുക്ക് ലാസ്റ്റ് വരാനുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. ധാരാളം ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ ഓഫ് സീസണിൽ ഞാൻ താമസിക്കുന്നത് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ. റൂമിന് ചാർജ് ഇല്ല, ഭക്ഷണത്തിന് മാത്രമേ പൈസയുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, അങ്ങ് ദൂരെ കാണുന്ന മൊത്തം ഹിമാലയസ് കണ്ടോ, അതിനപ്പുറത്ത് ടിബറ്റാണ് കേട്ടോ, ചൈനയാണ്. അങ്ങ് ദൂരെ കാണുന്നൊരു പീക്ക് ഉണ്ട്, അത് എനിക്ക് വീഡിയോയിൽ വേറെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അത് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. അതായത് മൗണ്ട് എവറസ്റ്റ് പറയുന്നത് ചൈനക്കും കൂടാതെ തന്നെ നേപ്പാളിനും അവകാശപ്പെട്ടതാണ് കേട്ടോ. ഒരു ഭാഗം ടിബറ്റിലാണ്, ഒരു ഭാഗം നേപ്പാളിലാണ്. ടിബറ്റിൽ നിന്നും മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാൻ സാധിക്കും, നേപ്പാളിൽ നിന്നും ക്ലൈംബ് ചെയ്യാൻ സാധിക്കും. 5165 മീറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നാളെ രാവിലെ ഞാൻ നേരെ പോകുന്നത് ബേസ് ക്യാമ്പിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ട്രെക്കിംഗ് ആണ്. എൻ്റെ സാധനങ്ങളൊക്കെ ഈ ഒരു ഗോരഖ്ഷേപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിൽ വെച്ചിട്ട് ട്രെക്ക് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, നല്ല ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം ഇവിടെയുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ആ സ്വർഗഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ. എവറസ്റ്റ് ബേസ് ക്യാമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു കല്ലാണ് കണ്ടോ. ഇതിൻ്റെ താഴെ ഭാഗം മൊത്തം ഗ്ലേസറാണ്. വലിയ മഞ്ഞുപാളിക്ക് മുകളിലാണ് ഈ ഒരു ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. കുംബു ഗ്ലേസർ എന്ന് പറയും കേട്ടോ. എത്രയോ കിലോമീറ്ററോളം വീതിയിൽ കിടക്കുന്ന ഒരു ഗ്ലേസറാണ് കുംബു ഗ്ലേസർ. 5364 മീറ്ററിലാണ് ഈ ഒരു ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ കൂടെ ഗൈഡോ ഒന്നുമില്ല, തനിച്ചാണ് ഞാൻ ഈ മല കയറി വന്നത്. ഹിമാലയത്തിലൂടെ കൊടും തണുപ്പിൽ പുതിയൊരു വർഷം വരുമ്പോൾ വലിയൊരു കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ വന്നിരിക്കുകയാണ്. വളരെ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ഗൈഡിനെ വെച്ച് വരാനും ഹെലികോപ്റ്ററിൽ വരാനും ഇവിടെ ലക്ഷങ്ങൾ വേണം. സത്യം പറയാലോ, ഭയങ്കര പൈസയാണ് ഈ ഒരു ട്രയൽസ്. പക്ഷേ മനസ്സിൻ്റെ ആഗ്രഹം വിട്ടുകൊടുത്തില്ല. പുതിയൊരു വർഷമാകുമ്പം ഇവിടെ കാല് കുത്തണം. 16 ദിവസമായി ഒരു വർഷത്തേക്ക് മാത്രം വരാൻ വേണ്ടി എനിക്ക് എടുത്ത സമയമാണ് കേട്ടോ. ആരുമില്ലാത്ത സമയത്താണ് ഞാൻ കയറി വന്നിരിക്കുന്നത്. കാരണം വിൻ്റർ സീസൺ ഓഫ് സമയമാണ്, ഇവിടെ ആൾക്കാർ വരില്ല. ഹെലികോപ്റ്ററാണ് വരുമോ, കാരണം ഗ്ലേസറിൻ്റെ മുകളിലൂടെ ട്രെക്ക് ചെയ്ത് പോകുമെന്ന് പറയുന്നത് അപകടം പിടിച്ചിട്ട് കാര്യമാണ്. സാധാരണ ഒരു ജാക്കറ്റും സാധാരണ ഒരു ഷൂവും ഇട്ടിട്ട്
ഞാൻ എൻ്റെ സ്വപ്നം കൂടെ സാധിച്ചെടുത്തെന്ന് പറയാം കേട്ടോ. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്രയും വലിയ ഒരു കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളൊരു 10 കൂട്ടുകാരുണ്ടെങ്കിൽ സുഖമായിട്ട് വന്നുകൂടെ? എന്തിനാണ് നമ്മൾ ഭയങ്കര ചിന്തകളാണ് അവിടെ പോകാൻ, അങ്ങനെ വേണം ഇങ്ങനെ വേണം. ഇത് കണ്ടോ, അപകടം പിടിച്ചൊരു സീസണിൽ തനിച്ച് ആ വലിയ കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ ഞാൻ കീഴടക്കി ഇരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. ഇതിനപ്പുറം ഭൂമിയിൽ എന്ത് സന്തോഷം വേണം. മൗണ്ട് നുബ്സ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. വലിയൊരു ഹിമാലയത്തിൻ്റെ ഭാഗം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് കാണില്ല, പക്ഷേ ചെറിയൊരു ഭാഗം നമുക്ക് എവറസ്റ്റിൻ്റെ ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നത് ചാങ്ല എന്ന് പറഞ്ഞൊരു കൊടുമുടിയാണ്. അത് ടിബറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റിൻ്റെ ബോർഡറാണ് കേട്ടോ, അതായത് ചൈന നേപ്പാൾ ബോർഡറാണ് വരുന്നത്. പണ്ടൊക്കെ നമ്മൾ ടിബറ്റ് നേപ്പാൾ ബോർഡർ എന്നാണ് പറയുക, പക്ഷേ ഇപ്പോൾ നിലവിൽ ടിബറ്റ് ചൈനയുടെ അണ്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ടിബറ്റ് എന്ന് പറയാം. ടിബറ്റിലെ ജനങ്ങൾക്കും ടിബറ്റ് എന്ന് പറയാനാണ് ഇഷ്ടം കേട്ടോ. എന്തായാലും വളരെ അഭിമാനം തോന്നുന്നു. ചാങ്ല എന്ന കൊടുമുടി അത് കണ്ടോ, ഈ കുംഭു ഗ്ലേസർ എന്ന് പറയുന്ന ബോർഡറാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത് മറ്റൊരു രാജ്യമാണ് കേട്ടോ, ടിബറ്റാണ് വരുന്നത്. തൊട്ടടുത്ത് കേട്ടോ, വളരെ അടുത്താണ് വരുന്നത്. സന്തോഷം തോന്നുന്നു. വലിയൊരു ഗ്ലേസറാണ് കേട്ടോ കുംഭു ഗ്ലേസർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്ലേസറിന് മുകളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും അതിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന വലിയ കൊടുമുടികളും ഉള്ള ഒരു ലൊക്കേഷനിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോംലോങ് ബേസ് ക്യാമ്പ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് എഴുതി ഇവർ തടഞ്ഞു. കാരണം ടിബറ്റൻ ഭാഷയിൽ ചോംലോങ് എന്നാണ് മൗണ്ട് എവറസ്റ്റിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ തന്നെ നമ്മൾക്ക് പറയാം ചോംലോങ് ബേസ് ക്യാമ്പ്. ഒരു കണ്ണൂരുകാരൻ കൊടും തണുപ്പുള്ള സമയത്ത് കീഴടക്കിയിരിക്കുന്നു കേട്ടോ. സുഹൃത്തുക്കളെ, ബേസ് ക്യാമ്പിനടുത്തുള്ള കുംഭു ഗ്ലേസറിലാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. എത്ര വലിയൊരു ഹിമപാളിയാണ് നോക്കറ എൻ്റെ കൺമുമ്പിൽ. സിനിമയിലൊക്കെ മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ വലിയ ഹിമപാളികൾ കണ്ടിട്ടുള്ളൂ. കൺമുമ്പിൽ ഹിമപാളികൾ കാണുന്ന ഭൂമിയിലെ മനോഹരമായൊരു പ്രതിഭാസം. നല്ല പേടിയുണ്ട്, കാരണം ഒരു സെക്യൂരിറ്റി എനിക്കില്ല കേട്ടോ, ഗൈഡില്ല, ഹെലികോപ്റ്ററോ കാര്യങ്ങളൊന്നുമില്ലാതാണ് ഞാനിങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. അത്രയും അപകടമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം അറിയാലോ, വലിയ ഗ്ലേസറാണ്, ഭൂഖണ്ഡത്തിലെ വലിയൊരു ഗ്ലേസറിന് മുകളിലാണ് 10 ഹിമാലയത്തിലെ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന നേപ്പാൾ ടിബറ്റ് ബോർഡർ വരുന്ന താഴെയുള്ള ഒരു ഗ്ലേസറാണ് കേട്ടോ കാണുന്ന കുംഭു ഗ്ലേസർ. വലിയ ഹിമപാളികൾ, എത്രയോ കിലോമീറ്ററോളം നിൽക്കുന്ന ഹിമപാളി, ഇതാണ് കുംഭു ഗ്ലേസർ എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ അല്ലേ? ഒരു സാധാരണക്കാരന് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതും ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. എല്ലാം കട്ട പിടിച്ച് പോയി കേട്ടോ. വലിയൊരു കൊടുമുടിക്ക് താഴെയുള്ള കുംഭു ഗ്ലേസറാണ്. മൗണ്ട് എവറസ്റ്റ് മുതൽ മൗണ്ട് നുംസെ മുതൽ വരുന്ന ധാരാളം കൊടുമുടികൾക്ക് താഴെ വരുന്ന വലിയൊരു ഐസ് പാളി. താണു പോവോ? എന്തായാലും സന്തോഷം തോന്നുന്നു കേട്ടോ. ജീവിതത്തിൽ ധാരാളം മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന പലതരം മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലെ മൊമെൻറ്റ്സിലാണ് കേട്ടോ ഞാനുള്ള നോട്ട് ബുക്കിൻ്റെ ചട്ടകളിലും സിനിമയിലൊക്കെ കണ്ട ആ വലിയൊരു സ്വർഗ കാഴ്ചയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സഞ്ചാരികളൊക്കെ അധികം ഹെലികോപ്റ്ററിലൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമുക്കും വിചാരിച്ചാൽ ഈ ഭൂമിയിലെ ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വലിയൊരു നടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ.
സുഹൃത്തുക്കളെ ബേസ് ക്യാമ്പിൽ നിന്നും തിരിച്ചു വന്നിരിക്കുവാണ്. എന്നെ ഇവിടുത്തെ ഇത്രയും വരെ എത്തിയപ്പം ഭക്ഷണത്തിനും ചൂടുവെള്ളത്തിനൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ തന്നായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞു ഇവർ വേറെ ആ കസ്റ്റമറോട് പറയാൻ പാടില്ല. हजूर नमस्ते। तबे का नाम बोलिए। हाँ, मेरा नाम संदीप कुलुम है। हजूर का नाम? मेरा नाम विनोद राय है। विनोद राय है। अच्छा, इधर ही इतनी विंटर में इधर ही काम करता है? हाँ, ज़रूर करना पड़ेगा क्योंकि ये 5180 हाइट मीटर है। अच्छा अच्छा, लेकिन हमको करना पड़ेगा, ये हमारा रोजी रोटी है। ठीक है। तबे का होटल का नाम बोलिए। हमारा होटल के नाम बुद्धला से गोरखशेप 5180 മീറ്റർ ആണ്. അതായത് 5165 മീറ്റർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മലയാളികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേര് പറയുകയാണെങ്കിൽ मेरा केरला का दोस्त इधर आता है, मेरा नाम बोलने का आप थोड़ा सपोर्ट करना है. बहुत ज़्यादा ग्रुप आता है. ठीक है, जरूर आप केरला से है ना? केरला से. हाँ जी, केरला के आपका दोस्त जब आता है हम सपोर्ट करेंगे जरूर. നല്ല മനുഷ്യരാണ് കേട്ടോ. എന്നാ ഇത്രയും എക്സ്പെൻസീവ് ആയൊരു സ്ഥലത്ത് എത്രമാത്രം പൈസ കുറക്കാൻ പറ്റും അവർ കുറച്ചു കേട്ടോ. ഞാൻ അത്രമാത്രം ടയർഡായെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.